ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരെയാണേ. അതിനെനിക്ക് സഹായിക്കണ എൻ്റെ അച്ചുകൂട്ടനാണ്. അവനാണെങ്കിൽ ഉള്ളിയരിയൊക്കെ തേങ്ങ പക്ഷെ അവന് ആര് വന്നാലും ഭയങ്കര സന്തോഷം. ബന്ധുക്കളൊക്കെ വിരുന്ന് വരണത് അവർക്ക് ആരെങ്കിലും വരണമെന്നാണ്. പിന്നെ വിരുന്ന് വന്നത് എൻ്റെ അമ്മയും 2 സഹോദരങ്ങളും അവരുടെ ഫാമിലിയെ. അവർക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് എല്ലാവരും വരാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ്. പിന്നെ എൻ്റെ ചേട്ടനൊക്കെ ഉണ്ട്. ചേട്ടനാണെങ്കിൽ എന്തിനൊക്കെ കള്ളക്കഥകളൊക്കെ പറയണ. മോള് റൂമൊക്കെ വൃത്തിയാക്കണം, അതൊക്കെ കഥകൾ പറഞ്ഞ് അങ്ങ് ഭയങ്കര ചിരിയാണ്. പിന്നെ അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. എപ്പോൾ വന്നാലും ഐസ്ക്രീം തന്നെ ഫസ്റ്റ് ചോദിക്കും. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മളെ വീട്ടിൽ പായസമൊക്കെ വെച്ച് ചപ്പാത്തിയും ഇറച്ചിയെ ചുട്ട തേങ്ങ അരച്ച് അങ്ങനെ ഇറച്ചിയാണ്. മുളക് പൊടിയൊന്നുമില്ല, അതല്ലാതെ നല്ല വെറൈറ്റി ആയിട്ട് പച്ചമുളകൊക്കെ ഇട്ട് നല്ല വെറൈറ്റി ആയിട്ട് വെച്ചതാണ്. പിന്നെ പിള്ളേർക്ക് കളിയും ചിരിയും എന്തൊക്കെ എടുത്തിട്ട് വിളയാട്ടുകളൊക്കെ എടുത്തിട്ട് ക്യാരം ബോർഡ് അങ്ങനെ കളിക്കുന്ന, അടുത്ത് പാമ്പ് കളി അങ്ങനെ കളിക്കുന്നു. പിന്നെ അമ്മ കുറച്ച് അവനെ ഒരുക്കി പറക്കിയൊക്കെ ഇരുത്താണ്. അശ്വിന് എൻ്റെ മോനെ ആണെങ്കിൽ തലമുടി നിറയെ ഉണ്ട്. അപ്പോൾ അവനെ മുടി വെട്ടാത്തതുകൊണ്ട് കളിയാക്കി ഇനി പെണ്ണിനെ പോലെ ഒരുക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ്റെ തലയിൽ ബാറൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണേ. അവനാണെങ്കിൽ തല വലിച്ചാൽ മതി, ആരെങ്കിലും തലയൊക്കെ വലിച്ചാൽ മതി. അവന് ഭയങ്കര സുഖം തല വലിക്കാൻ. പിന്നെ എല്ലാവരും ആഹാരമൊക്കെ കഴിക്കണേ. പിന്നെ നമ്മളെ വീട്ടിൽ ലാസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അവർ വന്ന സമയം തന്നെ എല്ലാം റെഡിയായി. നല്ല വിളഞ്ഞിട്ടുണ്ട്, നല്ല വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതും കൂടെ അവർക്ക് കഴിക്കാനുള്ള ഇത് കിട്ടി. നേരത്തെ പറഞ്ഞ് നമുക്ക് കിട്ടിയില്ലല്ലോ, നമ്മൾ ഒരെണ്ണം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം നമ്മളെ വീട്ടുകാർക്കും എല്ലാം കഴിക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അടുത്ത വർഷം ഓരോന്ന് കഴിക്കാൻ തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ചേട്ടനും പിന്നെ രാത്രി വണ്ടി ഓട്ടത്തിന് പോയി. അവർക്ക് ഒരു ദിവസമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ മോളെ കഴുകി തന്ന്. പിന്നെ അവരും പോയി. പിന്നെ നമ്മൾ പാപ്പൂനെ എടുത്ത് കിടത്തി അവരെ മരുന്നൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഉറങ്ങുകയാണ്. അപ്പം നിങ്ങൾ കമൻ്റൊക്കെ എഴുതി അറിയിക്കണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.